ഇസ്രായേലും അമേരിക്കയും ഇറാനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധം ഒരു മാസം പിന്നിട്ട് മുൻപോട്ട് പോകുമ്പോഴും തളരാതെ പൊരുതിക്കൊണ്ടിരിക്കുന്ന ഇറാന്റെ പോരാട്ട വീര്യത്തിന് മുന്നിൽ ലോകം വിസ്മയിച്ച് നിൽക്കുകയാണ്. അവസാനമായി അമേരിക്കയുടെ 2 യുദ്ധവിമാനങ്ങൾ വീഴ്ത്തി ഇറാൻ തങ്ങളുടെ ശക്തി ലോകത്തിന് മുൻപിൽ തെളിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതൊക്കെയാണെങ്കിലും ഇസ്രായേലിന്റെ സാങ്കേതിക മികവിൻ്റെയും അമേരിക്കയുടെ സൈനിക ശേഷിയുടെ മുൻപിൽ ഇറാനെ കാത്തിരിക്കുന്നത് സമ്പൂർണ്ണ പരാജയം തന്നെയാണ്. എത്ര നാൾ കൂടി ഇറാന് പ്രതിരോധിച്ച് നിൽക്കുവാൻ കഴിയും എന്നതിൽ മാത്രമാണ് ഇപ്പോഴും ആശങ്ക തുടരുന്നത്. ഇറാന്റെ പവർ പ്ലാന്റുകളും പാലങ്ങളുമെല്ലാം തകർത്ത് തരിപ്പണമാക്കുമെന്നുള്ള ട്രംപിന്റെ മുന്നറിയിപ്പ് സമയം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുമ്പോഴും ഇറാന്റെ ഭാഗത്തു നിന്ന് അനുകൂലമായ നീക്കങ്ങൾ ഉണ്ടാകാത്തതിനാൽ സകലതും തകർത്ത് തരിപ്പണമാക്കുന്ന അന്തിമ യുദ്ധത്തിനായി ട്രംപ് രംഗത്തിറങ്ങുമെന്നതിന്റെ സൂചനകൾ ഇറാന്റെ ആകാശത്ത് ഇപ്പോൾ പ്രതിധ്വനിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് അമേരിക്കയുടെ 2 യുദ്ധവിമാനങ്ങൾ വീഴ്ത്തി ഇറാൻ ലോകത്തെ അമ്പരിപ്പിച്ചത്. ഇറാനിലേക്ക് പതിച്ച യുദ്ധവിമാനത്തിലെ 2 പേരിൽ ഒരാളെ നിമിഷ നേരത്തിനുള്ളിൽ അമേരിക്ക രക്ഷപ്പെടുത്തിയിരുന്നു. എന്നാൽ ഒരു പൈലറ്റിനെ ട്രാക്ക് ചെയ്യാൻ കഴിയാത്തതിനാൽ അദ്ദേഹത്തെ രക്ഷിക്കാനായില്ല. എന്നാൽ ആദ്യം അദ്ദേഹത്തെ കണ്ടാൽ ഉടനെ വെടിവെച്ച് കൊല്ലുവാൻ നിർദ്ദേശം നൽകിയ ഇറാൻ പിന്നീട് അദ്ദേഹത്തെ കണ്ടുപിടിക്കുവാൻ ഇറാനികളെ പ്രോത്സാഹിപ്പിക്കുകയും അതിന് $60,000 അമേരിക്കൻ ഇനാം പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ ഖമേനിയുടെ പട്ടാളക്കാർ ആളെ തിരക്കി തലപൊക്കുന്നതിനിടയിൽ അവരുടെ മൂക്കിന് താഴെ നിന്ന് മാസ്മരികമായി തങ്ങളുടെ സൈനികനെ രക്ഷിച്ചുകൊണ്ട് ലോകത്തെ മുഴുവൻ ഞെട്ടിക്കുകയായിരുന്നു അമേരിക്ക. തെക്കൻ ഇറാനിലെ മലനിരകൾക്കിടയിൽ വീണ പൈലറ്റിന് സാരമായി പരിക്കേറ്റെങ്കിലും അവിടെ നിന്ന് കാടും മലയും താണ്ടി 20ഓളം കിലോമീറ്ററുകൾ ഓടിയ അദ്ദേഹം സമുദ്രനിരപ്പിൽ നിന്നും 7000 അടി ഉയരത്തിലേക്ക് പോവുകയും അവിടെ സുരക്ഷിതമായ സ്ഥലത്ത് നിന്നും അമേരിക്കൻ സൈന്യത്തിന് സൈറ്റ് സിഗ്നൽ നൽകുകയും ചെയ്തു. എന്ത് ചെയ്യണമെന്നറിയാതെ ഇറാൻ തലപുകച്ചു നിന്ന ആ രാത്രിയിലെ ഇരുട്ടിന്റെ മറവിൽ ധീരന്മാരായ US കമാൻഡോകൾ ഇറാനിലേക്ക് പറന്നിറങ്ങുകയും ആരുടെയും കണ്ണിൽപ്പെടാതെ 2100 മീറ്റർ ഉയരമുള്ള ഒരു കുന്നിൻ മുകളിൽ കയറി അവിടെ നിന്ന് തങ്ങളുടെ സൈനികനെ സുരക്ഷിത സങ്കേതത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഓപ്പറേഷൻ മുന്നോട്ട് പോകുന്നതിനിടയിൽ ടെഹ്റാന്റെ തെക്ക് ഭാഗത്തുള്ള ദുർഘടമായ ഭൂപ്രദേശത്തേക്ക് 100ഓളം സ്പെഷ്യൽ ഓപ്പറേഷൻ ഫോഴ്സുകളിൽ ചിലരെ എത്തിച്ച് 2 അമേരിക്കയുടെ C-130 ട്രാൻസ്പോർട്ട് വിമാനങ്ങൾക്ക് മെക്കാനിക്കൽ തകരാർ സംഭവിക്കുകയും പറക്കാനാകാത്ത സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്തിരുന്നു. എന്നാൽ അതിനെ അതിജീവിക്കുന്ന തരത്തിൽ പറന്നെത്തിയ US വ്യോമസേനയുടെ C-130J സൂപ്പർ ഹെർക്കുലീസ് വിമാനത്തിൽ സൈനികരെ രക്ഷിച്ച് അമേരിക്കയിലേക്ക് പറക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ അമേരിക്ക തങ്ങളുടെ യാതൊരു യുദ്ധതന്ത്രവും ചോരാതിരിക്കുവാൻ ഇറാന്റെ മണ്ണിൽ പറന്നുയരാനാകാതെ കിടന്ന സ്വന്തം ട്രാൻസ്പോർട്ട് വിമാനങ്ങളെ തകർത്ത് നാമാവശേഷമാക്കുകയും ചെയ്തു. തങ്ങളുടെ കാൽച്ചുവട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പൈലറ്റിനെ തപ്പിക്കൊണ്ടിരുന്ന ഇറാൻ സൈന്യത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പൈലറ്റിനെ രക്ഷപ്പെടുത്തിയെന്ന് അമേരിക്ക വാർത്തയും നൽകി. അത് വിശ്വസിച്ച് ഇറാൻ സേന നിന്നപ്പോൾ 100 കണക്കിന് വിമാനങ്ങളുടെയും ഡ്രോണുകളുടെയും അകമ്പടിയോടെ അദ്ദേഹത്തെ രക്ഷിച്ചുകൊണ്ട് പോവുകയായിരുന്നു. അതിനു മുൻപ് പൈലറ്റ് നിന്ന സ്ഥലത്തിന് 3 കിലോമീറ്റർ ചുറ്റളവിൽ സുരക്ഷിത വലയം തീർത്ത് അമേരിക്കൻ സേന നിലകൊണ്ടപ്പോൾ ഒരു പക്ഷിക്ക് പോലും അതിലെ പറക്കാൻ കഴിഞ്ഞില്ലെന്നതാണ് സത്യം. അസ്വാഭാവികമായത് നടക്കുന്നുണ്ടെന്നല്ലാതെ അത് എന്താണെന്നും എവിടെയാണെന്നും അറിയാതെ ഇറാൻ നട്ടം തിരികുകയായിരുന്നു. ഇറാനിലെ വഴികൾ പരിചയമുള്ള ഇറാനിയൻ പട അമേരിക്കൻ സേനയെ നേരിടാൻ പാഞ്ഞെത്തിയെങ്കിലും അവിടെ വഴിയൊന്നുമില്ലായിരുന്നു. റോഡുകളെല്ലാം അമേരിക്കൻ സേന ഉഴുത് മറിച്ചിട്ടിരിക്കുന്നതിനാൽ എന്ത് ചെയ്യണമെന്നറിയാതെ കുഴങ്ങി നിൽക്കുവാൻ മാത്രമേ ഇറാൻ സേനയ്ക്ക് കഴിഞ്ഞിരുന്നുള്ളൂ. റോഡുകളിൽ ഡസൻ കണക്കിന് പടുകൂറ്റൻ ഗർത്തങ്ങൾ തീർത്ത അമേരിക്കൻ സേന 20 കിലോമീറ്റർ ചുറ്റളവിൽ 9 മീറ്റർ വീതിയുള്ള 28ഓളം ഗർത്തങ്ങൾ ഉണ്ടാക്കിയതിനാൽ തിരിച്ചു പോകുകയല്ലാതെ മറ്റ് വഴികളൊന്നും ഇറാന്റെ മുൻപിൽ ഉണ്ടായിരുന്നില്ല. പിന്നാലെ അതിശക്തമായ ബോംബിങ്ങും ആക്രമണവുമാണ് ഇവർക്കെതിരെ US യുദ്ധവിമാനങ്ങളും ഹെലികോപ്റ്ററുകളും നടത്തിയത്. ഈ പൈലറ്റിനെ പിടികൂടിയിരുന്നെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് വിവരങ്ങൾ ചോർത്തുവാനും അതിലുപരി അദ്ദേഹത്തെ ബന്ദിയാക്കി വിലപേശൽ നടത്തി യുദ്ധം തങ്ങൾ ഇച്ഛിക്കുന്നിടത്തേക്ക് ഒരുപക്ഷെ കൊണ്ടുവരുവാനും ഇറാന് കഴിയുമായിരുന്നു. ഇറാന്റെ ഈ സാധ്യതയാണ് നടക്കുന്ന ഓപ്പറേഷൻ വഴി US ഇല്ലാതാക്കിയത്. സ്വന്തം മണ്ണിൽ ശത്രു സൈനികൻ വീണ് കിട്ടിയിട്ടും ഇറാന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഒന്നും ചെയ്യുവാൻ ഇറാനെ അമേരിക്ക അനുവദിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം.